മലയാളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അണിനിരന്ന പ്രൗഢമായ സദസ്സിൽ സാഹിത്യ നഗരിക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ആദരം. ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്ഷരാർപ്പണം നടത്തിയാണ് കോഴിക്കോടിന് ആദരമേകിയത്. കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചതോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ സമകാലിക സാഹിത്യ സാംസ്കാരിക സവിശേഷതകളെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും DC ബുക്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ തലമുറ കാത്തിരിക്കുന്ന ഫെസ്റ്റിവലാണ് KLF എന്നും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ KLFനായെന്നും MK മുനീർ MLA പറഞ്ഞു. അത് മലയാളത്തിൽ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന വലിയ പ്രക്രിയ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തമായി ഈ ബാഗ് വലിച്ചുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ നടന്നത്. അദ്ദേഹത്തിന്റെ ആ നടനമാണ് നമ്മുടെ മലയാളത്തിൽ മാർക്കേഴ്സ് അടക്കമുള്ള പുസ്തകങ്ങൾ മുഴുവനായി മലയാളത്തിൽ ലഭിക്കാനുള്ള കാരണം ഈ രവിയുടെ പരിശ്രമഫലമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. K. സച്ചിദാനന്ദൻ, KLF ചെയർമാൻ A. പ്രദീപ് കുമാർ, ചീഫ് ഫെസിലിറ്റേറ്റർ രവി DC, പ്രോഗ്രാം കൺവീനർ KV ശശി, DC ബുക്സ് പബ്ലിക്കേഷൻസ് മാനേജർ AV ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുതായി പുറത്തിറക്കിയ 16 പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന 26ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം NS മാധവൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ചരിത്രം എന്ന വിഷയത്തിൽ ചരിത്രകാരൻ മനു S. പിള്ള സ്മാരക പ്രഭാഷണം നടത്തി. സാഹിത്യ നഗരവും സാഹിത്യോത്സവങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, A. പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. VJ ജെയിംസ്, ഷീല ടോമി, ഫ്രാൻസിസ് നൊറോണ, AK അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിക് നറേറ്റീവിന്റെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.